1993 ജൂലൈ 23 രാത്രി 9 മണിയോടെയാണ് ചേകന്നൂർ മൗലവിയെ രണ്ടുപേർ ചേർന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയത്. കോഴിക്കോടിനടുത്ത് മേരികുന്നിൽ ഖുർആൻ ക്ലാസ് എടുക്കാനെന്ന വ്യാജേനയാണ് ഇവർ മൗലവിയെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഇന്നുവരെ മൗലവിയെ ആരും കണ്ടിട്ടില്ല. വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമാണ് മൗലവി വധിക്കപ്പെട്ടെന്ന് സമ്മതിക്കാൻ പോലും അന്വേഷണ ഏജൻസികൾ തയ്യാറായത്. തുടർച്ചയായുള്ള വധഭീഷണികളുടെയും ഇനിയും തീരാത്ത കോടതി നടപടികളുടെയും ഇടയിൽ നിസ്സംഗരായി കഴിയുകയാണ് മൗലവിയുടെ കുടുംബം. ചേകന്നൂർ മൗലവിയുടെ ഭാര്യ ഹവ്വ ഉമ്മയെ കാണാനായി എടപ്പാളിനടുത്തുള്ള വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നെങ്കിലും ആരും വാതിൽ തുറക്കാൻ തയ്യാറായില്ല. തങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്നും അപരിചിതരോട് സംസാരിക്കാൻ ഭയമുണ്ടെന്നും മൗലവിയുടെ മകൾ ഞങ്ങളോട് പറഞ്ഞു. പിന്നീട് മൗലവിയുടെ ബന്ധുവും ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ സാലിം ഹാജി വന്നതിന് ശേഷമാണ് ഹവ്വ ഉമ്മ വാതിൽ തുറക്കാൻ തയ്യാറായത്. മൗലവിയുടെ വധക്കേസിൽ കാന്തപുരം AP അബൂബക്കർ മൗലവിയെ 10ാം പ്രതിയാക്കി ചേർത്തതിന് ശേഷം തങ്ങൾ ഭീതിയിലാണെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. കോടതിയിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് സാലിം ഹാജി പറഞ്ഞു. പ്രതീക്ഷിക്കുന്നത് ഇനി കുറ്റവാളികളെ ശിക്ഷിക്കണം, അതിനാവശ്യമായ തെളിവുകൾ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാവണം. അത് ഞങ്ങളിപ്പോഴും അന്വേഷണത്തിലാണ്. ഇപ്പോൾ അവസാനം ഞങ്ങൾക്ക് കോടതിയുടെ അധികാരം വെച്ച് ഈ പ്രതിയെ 10ാം നമ്പറാക്കി ചേർത്തു എന്നുള്ളതിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. മൗലവിയുടെ തിരോധാനത്തിന് ശേഷം ഒരു വ്യാഴവട്ടം പൂർത്തിയായിട്ടും ഇപ്പോഴും ഈ കുടുംബം ഭീതിയിലാണ്. മതവും രാഷ്ട്രീയവും എല്ലാം കലർന്ന വിവാദങ്ങൾക്കിടയിലും ഒടുവിൽ യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടുമെന്ന് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ നിന്നും വർഗീസ് ആന്റണി, അമൃത ന്യൂസ്.